ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഡ്രോയിങ്ങിൻ്റെ 6ാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കണ്ണുകൾ എങ്ങനെ വരയ്ക്കാമെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുമെങ്കിൽ ജസ്റ്റ് അതായത് നിങ്ങളുടെ മനസ്സിലെ രൂപം കണ്ട് കണ്ണിൻ്റെ ഷേപ്പാണ് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ വരയ്ക്കുക. ഇല്ലെങ്കിൽ കണ്ണിൻ്റെ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ അത് നോക്കി വരയ്ക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ വരയ്ക്കുന്ന പോലെ തന്നെ ജസ്റ്റ് ഒരു ലൈൻസ് ഇട്ട് അതിൻ്റെ ഒരു ഷേപ്പിൽ കണ്ണിൻ്റെ ഒരു ഷേപ്പിൽ വരച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്കൊന്ന് വരയ്ക്കാൻ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ കണ്ണിൻ്റെ ഒരു ഷേപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ ഷേപ്പിൽ വരച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക. നമ്മൾ കണ്ണിൻ്റെ ഔട്ട്ലൈൻ മാത്രം നമ്മൾ വരച്ച് പഠിക്കുന്നുള്ളൂ. നമ്മൾ കണ്ണ് ഫുള്ളായിട്ട് അതിൻ്റെ റിയലിസ്റ്റിക് ആയിട്ടുള്ളതൊന്നും ആദ്യ ഘട്ടത്തിൽ നമുക്ക് വരച്ച് പഠിക്കണമെന്നില്ല. ജസ്റ്റ് നിങ്ങൾ ഔട്ട്ലൈൻ ഇട്ട് തന്നെ പഠിക്കുക ഫുള്ളായിട്ട്. ഇപ്പോൾ റിയലിസ്റ്റിക് ആയിട്ട് എങ്ങനെ വരയ്ക്കാമെന്നുള്ള വീഡിയോ പിടിക്കാതെ ഞാൻ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ തുടക്കക്കാരൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ കണ്ണിൻ്റെ ഔട്ട്ലൈൻ ഷേപ്പ് ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കാൻ പറ്റുന്ന നോക്കിയാൽ മതി. ഇപ്പം ഞാൻ പറയാറുണ്ട്, എല്ലാ പടത്തിലും നമുക്ക് ഡ്രോയിങ് ചെയ്യുമ്പോൾ നമ്മളൊരു ഫേസൊക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ അതിൻ്റെ അത് ജീവൻ എന്ന് പറയുന്നത് കണ്ണാണ്. അപ്പോൾ കണ്ണ് വരയ്ക്കുമ്പോഴാണ് ആ ചിത്രത്തിന് ജീവൻ കിട്ടുന്നത്. അപ്പം ഒരാളുടെ ഷേപ്പിൽ പോലും നമ്മൾ തിരിച്ചറിയുന്ന പോലും അയാളുടെ കണ്ണിലെ ഒരു ജീവൻ്റെ ഇതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ കണ്ണ് നല്ല വരച്ചാൽ മാത്രമേ നമുക്ക് ഒരു ഡ്രോയിങ് കംപ്ലീറ്റ് ആകത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ ഓരോ സൈഡിലെയും കണ്ണ് വരച്ച് നോക്കുക, ലെഫ്റ്റും റൈറ്റും നോക്കുക വരച്ച്. അപ്പോൾ ഈ രീതിയിലൊക്കെ നിങ്ങൾ വരച്ച് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇടുന്ന ഡ്രോയിങ് ക്ലാസ്സൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്ന് കരുതുന്നു. നിങ്ങളെല്ലാം വരച്ച് നോക്കണമെന്ന് കരുതുന്നു. പഠിക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് വരച്ച് നോക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഓരോ ദിവസം ചെറിയ ചെറിയ ക്ലാസ് എടുത്തു പോകുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഒത്തിരി ബോറടിക്കുന്നതാണില്ലായിരിക്കും. ഇപ്പോൾ നമ്മൾ അതിൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണി മാത്രം ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. കണ്ണിനൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട്, നമ്മൾ വരയ്ക്കുന്ന കണ്ണാണെന്നൊരു റിയലിസ്റ്റിക് ആയിട്ട് തോന്നാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചിത്രങ്ങളൊക്കെ നല്ല രീതിയിൽ കിട്ടണമെങ്കിൽ നമുക്ക് കണ്ണിൻ്റെ ഒരു സ്ഥാനം ഒത്തിരി വലുതാണ്. അപ്പോൾ കണ്ണ് നന്നായിട്ട് വരയ്ക്കാൻ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. കണ്ണ് വരയ്ക്കുമ്പോൾ കണ്ണിൻ്റെ പിരികം കൂടെ വരയ്ക്കുക, എന്നാലും നമുക്ക് കണ്ണിന് ആ ഒരു പൂർത്തീകരണം കിട്ടുള്ളൂ വരയ്ക്കുന്നതിൻ്റെ. പിന്നെ നമ്മൾ വരയ്ക്കുന്നത് വെച്ചാൽ കണ്ണ് ഒരു സൈഡിൽ നോക്കുമ്പോൾ കണ്ണിന് വേറൊരു ഷേപ്പ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ആ ഒരു ഷേപ്പ് ജസ്റ്റ് ഒന്ന് ഇതുപോലെ വരച്ച് നോക്കുക നിങ്ങൾ. ഇപ്പോൾ നമ്മൾ ആദ്യം വരച്ച നമ്മൾ ഫേസിൽ നിന്ന് നേരെ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് എങ്ങനെയാണോ ആ രീതിയിലുള്ള കണ്ണാണ് വരച്ചത്. ഇത് നമ്മൾ ഒരാളുടെ സൈഡിൽ നിന്ന് നിൽക്കുമ്പോൾ നമ്മൾ കാണുമ്പോൾ അയാളുടെ കണ്ണെങ്ങനെയാണ് ഇരിക്കുന്നത് ആ ഒരു ഇതാണ് നമ്മൾ ഇപ്പോൾ വരയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലെ വിവിധ പോർഷൻസിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ആംഗിളിൽ നിന്ന് നോക്കുമ്പം എങ്ങനെയാണ് കാണുന്നത് വെച്ചാൽ ആ രീതിക്ക് ഒന്ന് വരച്ച് നോക്കാം. അപ്പോൾ അതേപോലെയാണ് ഈ സൈഡിൽ നമ്മൾ അതിൻ്റെ തിരിച്ചുള്ള പോർഷൻസ് വരയ്ക്കുന്നു. ഇത് നമ്മൾ ലെഫ്റ്റും റൈറ്റും വരച്ചിട്ടുണ്ട്. ഒരാൾ ലെഫ്റ്റിലേക്ക് നിൽക്കുമ്പോൾ എങ്ങനെയായിരിക്കും, റൈറ്റിലേക്ക് നിൽക്കുമ്പോൾ എങ്ങനെയായിരിക്കും കണ്ണിൻ്റെ ഇത് വരിക, അതൊക്കെ ഒന്ന് നോക്കി ജസ്റ്റ് ഒന്ന് ആലോചിച്ചിട്ട് വരയ്ക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക. അതുപോലെ പിന്നെ നമ്മൾ കണ്ണ് വിവിധ ഷേപ്പിൽ മുഴുപ്പ് ചെറുതായിട്ടും വലുതായിട്ടും വരയ്ക്കാൻ നോക്കുക. അപ്പോൾ ഞാൻ ചെറിയ കണ്ണ് വരയ്ക്കാൻ നോക്കുകയാണ്. ഇതുപോലെ നിങ്ങൾ വലിപ്പം കൂട്ടിയും കുറച്ചൊക്കെ വരച്ച് പഠിക്കുക.
അതൊക്കെ നമുക്ക് ഓരോ ഫോട്ടോ കിട്ടുമ്പോൾ അത് നോക്കി വരയ്ക്കാനുള്ളൊരു എക്സ്പീരിയൻസ് ആവും. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ കണ്ണ് വരയ്ക്കാൻ അങ്ങനെ നോക്കിയിട്ട് വരയ്ക്കാൻ പറ്റാത്തവർക്കൊരു മെത്തേഡാണിത്. ആദ്യം നിങ്ങൾ ലൈൻസ് ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കണ്ണ് എന്തരം മുഴുപ്പിലാണോ വേണ്ടതെന്ന് വെച്ചാൽ അവിടെ രണ്ടറ്റത്ത് 2 ഡോട്ട് ഇടുക. എന്നിട്ട് ഈ ഒരു ഡോട്ടിൽ നിന്നും ആ ഒരു ഡോട്ടിലേക്ക് ഇതുപോലെ വളച്ച് ഇങ്ങനെ വരയ്ക്കുക. അതേപോലെ തന്നെ താഴെ നിന്ന് ഈ ഡോട്ടിലേക്ക് നമ്മൾ അതുപോലെ കണ്ണിൻ്റെ ഷേപ്പിലായിട്ട് വരച്ചിങ്ങനെ എടുക്കുക. ഇപ്പോൾ നമ്മൾ കണ്ണിൻ്റെ ഒരു ഷേപ്പ് കിട്ടി, ഔട്ട്ലൈൻ കിട്ടി. നമുക്ക് അതിൻ്റെ അകത്ത് കൃഷ്ണമണികൾ വരച്ച് കഴിയുമ്പോഴത്തേക്കും കണ്ണായി. അപ്പോൾ നമ്മൾ ആദ്യം വരച്ചാലും നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളിങ്ങനെ വരച്ചിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ടൊന്ന് ഷെയ്ഡൊക്കെ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ ഫേസ് വരയ്ക്കാൻ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ഓരോ കാര്യങ്ങളിങ്ങനെ ഫുള്ളായിട്ട് ഫേസ് വരയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ ഓരോ കണ്ണ്, മൂക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് ഫേസ് വരയ്ക്കാൻ നോക്കിയാൽ മതി. ഇനി നമ്മൾ ആ ഇട്ടാക്കുന്ന ലൈൻസ് ഒന്ന് മായ്ച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആ കണ്ണ് അവിടെ കിട്ടി. അപ്പോൾ ഈ രീതിക്ക് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഓരോ ക്ലാസ്സിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ പഠിക്കാം. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ഫേസ് ഫുള്ളായിട്ട് വരയ്ക്കുന്നത് പഠിക്കാം. ഇനിയിപ്പം ഇത് റിയലിസ്റ്റിക് ആക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതിൻ്റെ കുറച്ച് ഷെയ്ഡിങ് കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അത് ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് വീഡിയോയുടെ. അപ്പം ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് ഓരോ ക്ലാസ്സിൽ ഇപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേറൊരു ഭാഗങ്ങൾ മുഖത്തിൻ്റെ ഇപ്പോൾ മൂക്കോ ലിപ്പോ ഏതെങ്കിലും ഒന്ന് വരയ്ക്കുന്നത് പഠിക്കാം. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ഫേസ് ഫുള്ളായിട്ട് വരയ്ക്കുന്നത് പഠിക്കാം. അപ്പോൾ അതുവരെ ഇതുപോലെ ചെറിയ ചെറിയ ഡ്രോയിങ്സൊക്കെ നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഞാൻ പറഞ്ഞില്ല, നമുക്ക് ജസ്റ്റ് ബേസിക്കായിട്ട് ഒന്ന് ഷെയ്ഡ് കൂടി ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് റിയലിസ്റ്റിക് ആയിട്ട് വരും. അപ്പോൾ അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒന്നുമില്ല, നമ്മൾ ആദ്യം വരച്ചാൽ തന്നെ വരയ്ക്കുക കണ്ണ്. എന്നിട്ട് നമ്മൾ ആ ഷെയ്ഡ് ചെയ്തൊക്കെ നമുക്കൊന്ന് ഹൈലൈറ്റ് ആയിട്ട് നല്ല രീതിയിൽ ചെയ്താൽ മതി. ഞാൻ കണ്ണ് നമുക്ക് റിയലിസ്റ്റിക് ആയിട്ട് വരച്ചെടുക്കാൻ പറ്റും. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ആദ്യമേ ഇതൊന്നും വരച്ച് പഠിക്കേണ്ട. ഞാൻ ആദ്യം കാണിച്ചാൽ ജസ്റ്റ് ആ കണ്ണ് അതുപോലെ ഒന്ന് വരച്ച് പഠിക്കുക. എന്നിട്ട് ഇവരൊക്കെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് നോക്കുക. അപ്പം കണ്ണിങ്ങനെ നല്ല രീതിയിൽ വരയ്ക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്ന് നോക്കുക നിങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ഒരു നല്ല വീഡിയോയിൽ കാണാം.